ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് പങ്കിടുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പോകുന്നതിന് മുമ്പ് നമുക്ക് നൽകിയ കൽപ്പന മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന്. ഓരോ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലിനും നിന്റെ വീണ്ടെടുപ്പിന് ഒരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ വില പണത്തിലല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമല്ല, പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൗത്യം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാനും പൂർത്തീകരിക്കാനും ഒടുവിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാനും കഴിയുന്നതാണ് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വിലയായിട്ട് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന്. ഇവിടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, നമ്മൾ പുറപ്പെട്ടു പോയി സുവിശേഷം അറിയിപ്പാനും അനേകരെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവാനായിട്ട് പറയുന്നു. എന്നാൽ ഈ വചനവുമായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ നമുക്ക് എല്ലാ സഭാവിഭാഗങ്ങൾക്കും വടക്കേ ഇന്ത്യയിൽ മിഷൻ സ്ഥലങ്ങളുണ്ട്, മിഷനറി പ്രവർത്തനങ്ങളുണ്ട്. 100 കണക്കിന് മിഷനറി വേലകൾ വടക്കേ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ആ മിഷനറി വേലകളെയൊക്കെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നത് ഇവിടെയുള്ള വിശ്വാസികളാണ്. ഇവരുടെ വിശ്വാസികളുടെ ഉദാരമായ സംഭാവനകളും ദാനങ്ങളുമാണ് വടക്കേന്ത്യയിലെ മിഷനറി പ്രവർത്തനത്തെ സാമ്പത്തികമായി സന്ധിക്കുന്നത് എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മനസ്സിൽ തന്ന മറ്റൊരു ചിന്ത, ഇന്നത്തെ ഒരു മിഷൻ എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലിന് അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളുടെ കൂട്ടമായിരിക്കുന്ന സഭയുടെ ഒരു വലിയ ദൗത്യം എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിലെ വേലയിൽ സാമ്പത്തികമായി സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു ദൈവ പൈതലായി ക്രിസ്തുവിനെ പോലെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനാണ്. ടു ട്രാൻസ്ഫോം അവർ ലൈഫ് ലൈക്ക് ജീസസ്. ക്രിസ്തുവാകുന്ന തലയോളം വളരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നത് നമുക്ക് എഫേസ്യ ലേഖനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് തങ്ങളുടെ പാപമോചനം പ്രാപിക്കുന്നത് ഒരു ബേസിക് ഫൗണ്ടേഷനാണ്. ആ ബേസിക് ഫൗണ്ടേഷനിൽ നിന്ന് ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ മിഷൻ എന്ന് പറയുന്നത് അവൻ കർത്താവിനെ പോലെ ആയിത്തീരുവാനുള്ള അവൻ്റെ വിശുദ്ധിയിലേക്കുള്ള വളർച്ചയാണ്. ആ വിശുദ്ധിയിലേക്കുള്ള വളർച്ച അവൻ്റെ ബാഹ്യമായ എന്തെങ്കിലും ഒന്നിൽ അടിസ്ഥാനപ്പെട്ട് ഇരിക്കുന്നതല്ല, മറിച്ച് അവൻ്റെ ആന്തരികമായിട്ടുള്ള രൂപാന്തരമാണ്. എത്രമാത്രം അവൻ്റെ ആന്തരികമായി അവന് വിശുദ്ധി പ്രാപിപ്പാൻ, എത്രമാത്രം ആന്തരികമായിട്ട് അവൻ പാപത്തെ ഉപേക്ഷിച്ച് ദൈവവചനത്തോട് ചേരുവാൻ കഴിയുന്നുവോ അത്രമാത്രം അവന് ക്രിസ്തു ഉള്ളവനായി, ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവനായി തീരുവാനായിട്ട് കഴിയും. അതുകൊണ്ട് 25 നമ്മൾ വന്നു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ തന്ന ഒരു ചിന്ത, നാം നമ്മെ തന്നെ വിശുദ്ധിയും വെടുപ്പുമുള്ളവരായി കർത്താവിനെ പോലെ ഈ കർത്താവിൻ്റെ പ്രതീകങ്ങളായിട്ട് ഈ സമൂഹത്തിൽ മാറുക എന്നുള്ളതാണ്. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ രാജാക്കന്മാർ ഏലിയാവിൻ്റെ ശിഷ്യനായിട്ട് എലീശ ഉണ്ടായിരുന്നു, ഏലിയാവിനോടുകൂടെ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. ഏലിയാവ് സ്വർഗാരോഹണം ചെയ്യുവാനുള്ള സമയമായി നമുക്കറിയാമല്ലോ. ബഥേലിൽ നിന്ന് മാറി ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ ഓരോ സ്ഥലങ്ങളിലും എലീശായോട് പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്ക്,
നീ എൻ്റെ കൂടെ വരണ്ട, ഞാൻ പോകാനുള്ള സമയമായി. അവിടെയൊക്കെ എലിശ പറയുന്ന ഒരു ഉത്തരം നമുക്കറിയാം. യജമാനന് നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം, അത് കിട്ടാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് എലിശ പറയുന്നത് നമുക്കൊക്കെ അറിയാം. നമ്മൾ അതിൽ കൂടെയൊക്കെ അനേക ദൈവവചന പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, യജമാനനെ പോലെ തന്നെ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്ന ശിഷ്യൻ, യജമാനനെ പോലെ ശുശ്രൂഷ ചെയ്യുവാൻ, യജമാനനെ പോലെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യൻ, ആ ശിഷ്യൻ പറയുക, യജമാനനെ അതിൻ്റെ രഹസ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. യജമാനനിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് എനിക്ക് യജമാനനെ പോലെ ടു ക്യാരി ഔട്ട് ദ മിഷൻ ഓഫ് മൈ മാസ്റ്റർ, എൻ്റെ യജമാനന്റെ ശുശ്രൂഷ എനിക്ക് തുടരണം. അതിന് അവിടുത്തെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കുന്ന, അത് പ്രാപിച്ചെടുക്കുന്ന, ആ സംഭവങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല, പ്രാപിച്ചെടുക്കുന്ന എലീശയെ നമുക്കറിയാമല്ലോ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് ഒന്ന് ചോദിച്ചേ, ഈ കർത്താവെ അങ്ങയെപ്പോലെ എനിക്കായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എന്നെ ഒന്ന് നിറച്ചു, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവില് അങ്ങ് ചെയ്ത ശുശ്രൂഷ തുടരുവാനും പൂർത്തീകരിപ്പാനും എന്നെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തോടെ ക്രൈസ്തവ ജീവിതത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എത്ര പേരുണ്ട് എന്ന് ചിന്തിപ്പാനായിട്ട്. നമ്മളൊക്കെ പരിശുദ്ധാത്മാവുണ്ട്, അഭിഷേകമുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയും. നമ്മൾ ബാഹ്യമായ ഒത്തിരി പ്രകടനങ്ങളൊക്കെ നടത്തും. പക്ഷേ യഥാർത്ഥമായ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി ആരാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈയിടെ ഞാൻ ഒരു കാത്തലിക് പ്രീസ്റ്റിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ക്ലിപ്പ് കേൾക്കുവാനായിട്ടിടയായി. അദ്ദേഹം യേശു കർത്താവ് ശപിച്ച അത്തിവൃക്ഷത്തെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഇലകളാൽ ഇങ്ങനെ തളിർത്തു നിൽക്കുന്ന, ഇല നിബിഡമായിരിക്കുന്ന ഒരു വൃക്ഷമാണ്, അതിൽ ഫലമുണ്ടാകും കാണും എന്ന് വിചാരിച്ച് കർത്താവ് അതിൻ്റെ അടുക്കിലേക്ക് എത്തുന്നു. എന്നിട്ട് അദ്ദേഹം സഭയെ വിവരിക്കുകയായിരുന്നു. ഈ പ്രവർത്തനങ്ങളാൽ, അടയാളങ്ങളാൽ, ബാഹ്യമായ പ്രകടനങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന സഭയാണ്. കൊയറുണ്ട്, പാട്ടുണ്ട്, ഉച്ചത്തിലുള്ള സ്തോത്രമുണ്ട്, ഹല്ലേലൂയയുണ്ട്, ആരാധനയുണ്ട്, കൂട്ടായ്മയുണ്ട്, എന്താ ഇല്ലാത്ത വസ്ത്രധാരണമുണ്ട്, എല്ലാം ഉണ്ട്. ഇലകളാൽ നിബിഡമായിരിക്കുന്ന വൃക്ഷത്തെ പോലെ ക്രൈസ്തവ ബാഹ്യ പ്രകടനങ്ങളാൽ നിബിഡമായിരിക്കുന്ന സഭ, അവിടെ ഫലമുണ്ടാകുമെന്ന് വിചാരിച്ച് അടുത്ത് ചെല്ലുമ്പോൾ ആത്മാവിൻ്റെ ഒരു ഫലവുമില്ല. ഞാൻ മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ എല്ലാം ജഡത്തിൻ്റെ ഫലമാവുള്ളത്. പരസ്പര വൈരാഗ്യവും വിരോധവും പകയും. ഇതൊരു സഭയുടെ കാര്യമല്ല, എല്ലാ സഭയിലും. ഒരു ഡിനോമിനേഷനെ മാറ്റി നിർത്തിയല്ല ഞാൻ പറയുന്നത്. ഞാനൊരു ഡിനോമിനേഷൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുവാനും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഇന്ന് കാണുന്നത് ഫലമില്ലാത്ത വൃക്ഷത്തെ അല്ലേ കാണുന്നത്. ഏത് ഫലം കായ്ക്കണമോ ആ ഫലം കായ്ക്കുവാൻ കഴിയാത്ത വൃക്ഷമായി നമ്മുടെ സഭകളൊക്കെ, നമ്മുടെ ക്രൈസ്തവ സമൂഹമൊക്കെ മാറിയിട്ടില്ലേ എന്നുള്ള യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മചിന്തനത്തിനും ശോധനയ്ക്കുമായിട്ട് പങ്കിടുവാനായിട്ട് ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ മിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ മിഷൻ എന്ന് പറയുന്നത് എന്നെ തന്നെ വെടുപ്പും വിശുദ്ധിയുമുള്ള, കർത്താവിന് പ്രയോജനമുള്ള ഒരു മിഷനായി, ഒരു വ്യക്തിയായി കർത്താവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അതിന് നമ്മളെ സഹായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതിന് നമ്മളെ സഹായിക്കുന്നത് മറ്റൊന്നുമല്ല, സഭ
സഹായിക്കത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. സഭയുടെ പഠിപ്പിക്കല്, അല്ലെങ്കിൽ സഭയിൽ നമുക്ക് ലഭിക്കുന്ന ദൈവജന ശുശ്രൂഷകള്, പ്രാർത്ഥനകള്, ഇതൊക്കെ മാധ്യമങ്ങളാണ് എന്ന് ഞാൻ സമ്മതിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒന്ന് മാത്രമാണ് എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നവർക്കാണ്, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നവർക്കാണ് യഥാർത്ഥമായിട്ട് ക്രിസ്തുവിനെ പോലെ ആയി തീരുവാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ സഭ വളരുന്ന ഒരു ചിത്രം. സഭ വളരുന്നു, ധാരാളം ആളുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവരുടെ സാധനങ്ങളെല്ലാം വിറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ കാൽക്കൽ കൊണ്ടുവച്ച്, അപ്പൊ പിന്നെ ക്രിസ്ത്യാനികളായി വരുന്ന സമൂഹത്തെ പരിപാലിക്കേണ്ടുന്ന, സംരക്ഷിക്കേണ്ടുന്ന ചുമതലകള് ശിഷ്യന്മാർക്ക് വന്നു. അപ്പോൾ അവർക്കത് പറ്റാതെ വന്നപ്പോൾ അവർ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, പരിജ്ഞാനത്തിൽ തികഞ്ഞവരായിട്ടുള്ള ചിലരെ തിരഞ്ഞെടുക്കാം. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു സ്തെഫാനോസ്. സ്തെഫാനോസിന്റെ പ്രത്യേകത എന്താ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ സമയക്കുറവ് കൊണ്ട് ആ ഭാഗത്ത് റെഫർ ചെയ്ത് വായിക്കാത്തത്, നമുക്കറിയാവുന്ന ഭാഗവുമാണല്ലോ. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് നിന്ന് ശുശ്രൂഷ ചെയ്തത്. ഒടുവിൽ അവനെ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തി കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ശ്രമിച്ചപ്പോ അവിടെയും നമ്മൾ വായിക്കുന്നത്, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എൻ്റെ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് എന്ത് പറഞ്ഞുവോ അത് തന്നെ ഏറ്റുപറഞ്ഞ് ആവർത്തിക്കുവാൻ, ക്രിസ്തുവിനെ പോലെ തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി ക്ഷമ ചോദിക്കുവാൻ ആ സമയത്തും സാധിച്ചു എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാ. അതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാൻ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, വാസ്തവമായിട്ടും നാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരാണോ? നമുക്ക് ബാഹ്യമായിട്ടുള്ള ഒത്തിരി പ്രകടനങ്ങൾ ഉണ്ടാവാം, എന്നാൽ ജീവിതം പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവപരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ ആയിത്തീരുക. അണ്ടർ ദ ടോട്ടൽ കൺട്രോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതാ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. പക എന്നിൽ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയും തെറ്റാണെന്ന്. അനുസരിക്കാൻ നമ്മൾ തയ്യാറാണോ? കോപം വരുമ്പോ, വിരോധം വരുമ്പോ, മറ്റു പലതിനു വേണ്ടി ഒക്കെ മാനുഷിക അല്ലെങ്കിൽ ജഡികമായ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തലവെക്കുമ്പോൾ, ഇല്ല ഞാനൊരു ദൈവവൈതലാ, ദൈവാത്മാവിനാൽ അതിന്മേൽ ജയമെടുക്കുവാൻ, ദൈവാത്മാവിനാൽ ആ ജഡീക സ്വഭാവങ്ങളെ ജയമെടുത്തുകൊണ്ട് ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്ന അവസ്ഥയല്ലേ ആത്മീക അഭിഷേകം എന്ന് പറയുന്നത്. ആ നിയന്ത്രണത്തിന് കീഴിൽ നമുക്കായിത്തീരുമ്പോഴാണ് ദൈവിക പരിജ്ഞാനത്തിലും ദൈവാത്മാവിലും നമുക്കായിത്തീരുവാനായിട്ട് കഴിയുന്നത്. മൂന്നാമത്, അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, ആകാശത്തിലും ഭൂമിയിലുള്ള സകലത്തിൻ്റെ മേലുള്ള അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവസാനം പറയുന്നു, കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. ആരാ എന്നോട് കൂടെ ഉള്ളത്? ആകാശത്തിലും ഭൂമിയിലുള്ള സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനായിരിക്കുന്നവൻ എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ബോധമാണ് നമ്മളാക്കി, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റുന്നത്. യെസ്, ക്രൈസ്റ്റ് ലിവ്സ് വിത്ത് മീ. ഓർ തിരിച്ചു പറയാം, ക്രൈസ്റ്റ് ലിവ്സ് വിത്ത് മീ എന്ന് പറയുന്നതിനപ്പുറം ഐ ലിവ് വിത്ത് ക്രൈസ്റ്റ് എന്ന് പറയുവാൻ, സകലത്തിൻ്റെ മേലും അധികാരമുള്ള ക്രിസ്തുവിനോട് കൂടെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് ഞാൻ നയിക്കുന്നത് എന്ന് പറയുവാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? അതാണ് ഏറ്റവും വലിയ മിഷൻ. The greatest mission that I count by the power of the Holy Spirit, or by the advice that the Holy Spirit has given me, എന്ന് പറയുന്നത് നമ്മെ തന്നെ ക്രിസ്തുവിന് തുല്യരായി ഭൂമിയിൽ
നമ്മുടെ ജീവിതം പ്രകാശിക്കുന്നതാക്കി തീർക്കുക. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സകലത്തിൻ്റെ മേലും അധികാരമുള്ള കർത്താവിനോടുകൂടെ ആയിരിക്കാൻ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ.